കെൻമി ഓൺലൈൻ ഇംഗ്ലീഷ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം. ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ മെസ്സേജ് അയക്കൂ. Welcome all of you, and now we are watching Birthday Pain Star Magic. അപ്പോൾ ഇതെല്ലാം വിഷു ഇങ്ങനെ കുറെ സെലിബ്രേറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും കുറച്ചധികം ക്ഷീണകം വന്നോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ സ്റ്റാർ മാജിക് എന്ന് പറയുമ്പോൾ നിങ്ങളെ പൊട്ടിച്ചിരിപ്പിക്കാനായിട്ട് നമ്മുടെ എൻ്റെ ടീം ഇവിടെ റെഡിയാണ്. വെൽക്കം ടു സ്റ്റാർ മാജിക്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വിഷു സെലിബ്രേഷൻ ഒക്കെ? അടിച്ചു വിളിച്ചില്ലേ? ഹാങ് ഓവർ എല്ലാവരുടെ ഫേസിലും കാണുന്നുണ്ട്. അടിപൊളിയായിരുന്നു. എന്താ ഇവിടെ കുറെ കൈയുടെ കൂടുതലുണ്ടല്ലോ? സൂപ്പർ, നന്നായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ആഘോഷത്തിന് വീട്ടിലെല്ലാരും കൂടെ കൂടുമ്പോ നമ്മൾ ഒന്നുമില്ലെങ്കിൽ അന്താക്ഷരി കളിക്കും, അല്ലെങ്കിൽ എല്ലാരും കൂടെ ഗാനമേള പരിപാടി ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഡാൻസ് ചെയ്യും, ശരിയല്ലേ? എല്ലാരും കൂടെ പാട്ടൊക്കെ ഇട്ടിട്ട് റൂമൊക്കെ അടച്ചിട്ട്, ശരിയല്ലേ? ഇതിൽ എത്ര പേര് ഡാൻസ് പഠിച്ചിട്ടുണ്ട്? ശരിക്കും സുചേട്ടൻ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ എന്നാലും നന്നായിട്ട് കളിക്കും. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഏകദേശം എത്ര വയസ്സ് മുതലാണ് അങ്ങനെ നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന സ്വയം തോന്നി തുടങ്ങിയത്? അത് എനിക്കൊരു 16-17 വയസ്സായപ്പോ. Oh my God, teenage പ്രായത്തിൽ തന്നെ. Okay, ഇവിടുന്ന് ആരൊക്കെ ഡാൻസ് പഠിച്ചിട്ടുണ്ട്? ഐശ്വര്യ ഡാൻസ് പഠിച്ചിട്ടേ ഇല്ല, ഡാൻസ് ടീച്ചറേ അല്ലാന്നൊക്കെ കേക്കട്ടെ. ഐശ്വ എത്ര വയസ്സ് മുതൽ ഡാൻസ് പഠിച്ചു തുടങ്ങി? ഞാൻ 3 വയസ്സിൽ മാഷിന് ദക്ഷിണ വെച്ചു. ഓക്കെ. ആ മാഷ് ഇപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. കാലി ചവിട്ടി 3 വയസ്സിലാ. എന്നിട്ട് ഡാൻസ് പഠിച്ചു. ക്ലാസിക്കൽ വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കണു. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയാവത്തോണ്ട് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി അനു പറഞ്ഞ കേട്ടോ. അനു പറഞ്ഞ അനുവിന്റെ മാമി ഇപ്പോഴും ഡാൻസ് പഠിക്കുന്നുണ്ടെന്ന്. ആണോ? മാമിക്ക് എത്ര വയസ്സായി? മാമിക്ക് 42. അല്ലെങ്കിൽ ഇത് അനുവായിരുന്ന മാമിക്ക് ഞാൻ വിചാരിച്ചു തമിഴ്നാട് വണ്ടി എന്നൊക്കെ ചില കുടങ്ങൾ റോഡ് ചാടില്ല. അതെ, കളർ കൂടം. അല്ല, മാമിക്ക് എത്ര കോമഡിയാണോ ഉദ്ദേശിച്ചത്? എല്ലാവർക്കും സീരിയസ് ആയിട്ട് തോന്നിയില്ല. പിന്നെ നല്ല കൈയടി. സീരിയസ് ആയിട്ട് തോന്നി. നല്ല കൈ. അല്ല, ഇപ്രാവശ്യം ഡാൻസ് പെണ്ണിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഡാൻസ് കളിക്കുന്ന ഞങ്ങളെ ടീമാണെന്ന് ഏറ്റവും കൂടുതൽ ചൈതന്യ. ഞങ്ങളുടെ ടീമില് ബെഞ്ചമിൻ ബ്രൂണോ. ചൈതന്യ നല്ല ഭംഗിയുണ്ട് കേട്ടോ കോസ്റ്റ്യൂം കാണാനായിട്ട്. ഞാൻ ചോദിക്കട്ടെ, ചൈതന്യ ഇപ്പം ശരിക്കും എത്ര വയസ്സായി? 17 വയസ്സോ? 17. എത്ര വർഷമായി ഡാൻസ് പഠിച്ചു വയസ്സ് മുതൽ പഠിച്ചു തുടങ്ങി? ഞാൻ ഒരു UKG ഒക്കെ ആയപ്പോ അരങ്ങേറ്റം കഴിഞ്ഞായിരുന്നു. അല്ല, അവരങ്ങനെ പറയുമ്പോ അതിന്റെ താഴെ കയറി പിടിക്കണം. ഞാൻ 1ാം ക്ലാസ് തൊട്ട് മത്സരിക്കാൻ തുടങ്ങി. അപ്പൊ UKG-യിൽ അരങ്ങേറ്റം കഴിഞ്ഞു. ആരോട് മത്സരിക്കും? ആരുമായിട്ട്? അവളോടെ തന്നെ മത്സരം. അങ്ങനല്ല, ഇതിൽ സഹോദരൻ പഠിപ്പിക്കും. ശരി. ഇതിൽ ആരെങ്കിലും കഥകളി പഠിച്ചിട്ടുണ്ടോ? കഥകളി ഐശ്വര്യ അറിയാം. കഥകളി ഐഷു കാണിക്കുമല്ലോ. അതല്ലേ, 2 മുദ്ര കാണിച്ചേ. അതിന് മുദ്ര കണ്ടാണ് തിരിച്ചറിയാവോ? 1+3 4 3. കാലില്ലേ? കാലില്ലേ? കാലുണ്ട്. കാല് കഥകളിക്ക് ഇങ്ങനെ വെക്ക. ഏതായാലും ഇത്രയേ ഉള്ളൂ. 30 സെക്കൻഡ് കൊണ്ട് സെലിബ്രിറ്റീസ് ആയിട്ട് മാറിയിട്ടുള്ള ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ? 30 സെക്കൻഡ് കൊണ്ട് സെലിബ്രിറ്റി. അടിമാലി. പക്ഷെ 30 വർഷം കൊണ്ട് സെലിബ്രിറ്റി ആവാത്ത ആളെ എനിക്കറിയാം. സുധിയാണ്. 30 വർഷം കൊണ്ട് എല്ലാത്തിനും പുള്ളി ആപ്റ്റായ ആളാണ്. ഞാൻ പുതിയ തലമുറയ്ക്ക് വേണ്ടി വഴിമാറി കൊടുക്കുകടാ. അങ്ങനെയാണെങ്കിൽ ഒന്ന് വഴിമാറിക്കോളൂ. അല്ല, എന്നിട്ട് നീയൊന്നും എന്താണ് രക്ഷപ്പെടാത്തത്? വഴിമാറി കൊടുക്കുക. 2 പ്രാവശ്യം വഴിമാറി കൊടുത്തു. ഓക്കെ. ഇപ്പൊ 60 വയസ്സായി. 30 വയസ്സ് അങ്ങനെ വഴിമാറി കൊടുത്തിട്ട് പുതിയ ജനറേഷനിലെ 2 പേരെ ഇവരുടെ കോമഡി ആക്ച്വലി ചിരിക്കാനുള്ളതുണ്ടായിരുന്നു. ഇത് ഇവിടെ ഇരുന്ന് ചിരിക്കണ്ടല്ല, ഇന്ത്യൻ ഓഫീസിൽ പോയിരുന്ന് കട്ട്ലൈറ്റും കൂടെ കൂട്ടിയിരുന്ന് കട്ടഞ്ചായുടെ കൂടെ ഇവിടെ ചിരിക്കേണ്ടതാണ് നല്ലത്. അപ്പോ ഇവിടെ കുറച്ചു പേര് ന്യൂ ജനറേഷന് വഴിമാറി കൊടുക്കാണ് എന്നാരൊക്കെയോ പറഞ്ഞിരുന്നു. 2 പേരെ നമ്മൾ വെൽക്കം ചെയ്യാൻ പോവാണ്. ശരിക്കും 30 സെക്കൻഡിന്റെ ഒരു വീഡിയോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുക. ശരിക്കും ഈ വേദിയിലേക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള 2 പേര്. ഒരുപാട് റിസ്കി ഗെയിംസ് ഒക്കെ നമ്മൾ കളിക്കുമ്പോൾ 2 ഡോക്ടർ കുട്ടികൾ ഈ വേദിയിൽ എന്താണ് ഡാൻസ് സ്റ്റെപ്സ് ഒക്കെ ആയിട്ട് നമ്മളെ ഞെട്ടിച്ച നമ്മുടെ തൃശൂർ മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥികളായ
ഡാൻസിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇവരുടെ ഒരു മാസ് എൻട്രി, ഒരു വലിയ കൈഡി എടുക്കാം. നവീൻ ആൻഡ് ജാനകി. നമ്മൾ ഏറ്റവും ആദ്യം ആ ഒരു സ്ക്രബിലായിരുന്നു കണ്ടിരുന്നത്. ഇപ്പൊ ആ ഒരു നീല കളർ ആ ഒരു ഔട്ട്ഫിറ്റ് ഒക്കെ മാറ്റിയിട്ട് നല്ല യോയോ ആയിട്ട് രണ്ടുപേരും സ്റ്റാർ മാജിക്കിന്റെ ഈ ഒരു ഫ്ലോറിൽ വന്നിരിക്കുക. 30 സെക്കൻഡ് കൊണ്ട് ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തത്തിൽ അങ്ങോട്ട് മാറി പറഞ്ഞു അല്ലേ? എന്തൊക്കെ മാറ്റങ്ങൾ എപ്പോ വന്നേ? ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കോളേജിലൊക്കെ പോകുമ്പോ എല്ലാരും സെൽഫി ഒക്കെ എടുക്കണു. നമ്മൾ അതേ എന്നും ഇരുന്നിരുന്ന അതേ ക്യാൻറ്റീനിൽ അതേ ട്രയാങ്കിളിൽ അവിടെ ഇരിക്കുമ്പോ അതേ ചായ പരിപ്പൊടിയും കഴിച്ചോണ്ട്. അതെ, പക്ഷെ ആൾക്കാരെല്ലാം വരുന്നു, സെൽഫി ഒക്കെ എടുക്കുന്നു. ഞങ്ങൾക്ക് ആദ്യമൊക്കെ കുറച്ച് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ സന്തോഷായി. നവീൻ എന്താ പറയാനല്ലേ? ഒന്ന് ജാനകി പറഞ്ഞ സംഭവം, പിന്നെ വേറൊന്ന് പണ്ട് കെഞ്ചു വരുന്നു, ഒരു ചിത്രം വരച്ചാടാന്നൊക്കെ പറഞ്ഞ് കുറെ പേരോട് കെഞ്ചിണ്ട്. ഇപ്പൊ അവരൊക്കെ ഓരോരോ ആർട്ട് വർക്ക് പല രീതിയിൽ, സാൻഡ് വർക്ക് വരുന്നുണ്ട്, അങ്ങനെ പെയിന്റ് പല രീതിയിൽ. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ എത്ര പേര് നമ്മളെ സ്റ്റോറിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്? കുറെ വരുന്നുണ്ട്, കുറെ പേര്, 100 ഡെയിലി. ഞാൻ ചോദിക്കട്ടെ, നമ്മള് തെരഞ്ഞെടുത്ത ആ ഒരു ലൊക്കേഷൻ എവിടെയാ നിങ്ങൾ ഡാൻസ് കളിച്ചെന്നാ പറഞ്ഞ്? ഹൗസ് ഏജൻസ് ക്വാർട്ടേഴ്സിലാണ്. അപ്പം കുറെ പേര് ഏറ്റവും ആദ്യം ശരിക്കും ഡീറ്റെയിൽ ആയിട്ട്, അതായത് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് രണ്ടുപേരും, അതായത് ഇവർ MBBS സ്റ്റുഡൻസ് ആണ്, നമ്മുടെ തൃശ്ശൂരിൽ മെഡിക്കൽ കോളേജിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇവര് അവിടെ നിന്നിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു വീഡിയോ, 30 സെക്കൻഡ്സേ ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇവര് ആക്ച്വലി എവിടെ നിന്നിട്ട് ഡാൻസ് ചെയ്യണേ, ഡോക്ടേഴ്സിന് ഡാൻസ് ചെയ്യാ, അതും അവർ ആ ഒരു സ്ക്രബ് ഇട്ടിട്ട് ഇങ്ങനെ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. സോഷ്യൽ മീഡിയ ഒന്നടങ്കം വീഡിയോന്റെ പിന്നിലെ കഥ എന്തായിരുന്നു? അല്ല ലക്ഷ്മി, അവരുടെ വീഡിയോക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് കൂടുതലും തോന്നിയത് ഡാൻസ് അടുക്ക അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ കോസ്റ്റ്യൂമും അത് ഭയങ്കരമായിട്ട് അവർക്ക് അതിനകത്ത് നിന്ന് കളിച്ചപ്പോൾ കൂടുതലായിട്ട് ആക്ച്വലി മാറാനായിട്ട് സമയം കിട്ടാണ്ടാണോ അതോ വെറൈറ്റിക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത് കാണോ? അതാണ് സത്യം, മാറാൻ സമയം കിട്ടിയില്ലായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് ലൈറ്റ് ഔട്ട് ആയതിന് മുന്നേ പോയിട്ട് എടുക്കാൻ പോയതാ. ശരി, ഞങ്ങൾ സ്ക്രബ്സിലായിരുന്നു. ഓക്കെ, പിന്നെ അത് അവിടെ തന്നെ. ശരിക്കും സ്ഥലം തൃശ്ശൂർ ഭാഷയല്ലല്ലോ? അല്ല, എവിടെയാ? എന്റെ ഉപ്പയും ഉമ്മയും കണ്ണൂരായിരുന്നു. ഞങ്ങള് വയനാട് സെറ്റിൽ ആയതാ. ഞാൻ ജനിച്ച വളർന്നൊക്കെ വയനാട് മാനന്തവാടിയാണ്. അപ്പൊ നിങ്ങള് വയനാട്ടുകാരനാണ്? യെസ്. നമ്മളോ? ഞാൻ സെറ്റിൽ ചെയ്തിരിക്കുന്നത് ട്രിവാൻഡ്രത്താണ്, നേറ്റീവ് കൊച്ചിയാണ്. രണ്ടുപേരും ഇപ്പൊ തൃശ്ശൂർ എത്തിപ്പെട്ടു. രണ്ടുപേരുടെയും അച്ഛനും എന്ത് ചെയ്യണം? എന്റെ അമ്മ ഡോക്ടറാണ്, അച്ഛൻ സയന്റിസ്റ്റ്. അമ്മ ഡോക്ടർ, അച്ഛൻ സയന്റിസ്റ്റ്. അപ്പോ ഒരു സയന്റിസ്റ്റിന്റെ മകളുടെ തലയിൽ ഉദിച്ച ഒരു ആശയം, രണ്ടുപേരുടെയും കൂടെ തലയിൽ ഉദിച്ച ഒരു ആശയം അല്ലേ? അപ്പം ഇതിന്റെ പിന്നാമ്പുറത്തെ കഥയൊന്ന് പറയൂ. സയന്റിസ്റ്റ് ആണെങ്കിൽ അങ്ങനെ ശ്രുതിക്ക് അറിയാമായിരിക്കും. അങ്ങനെ സയന്റിസ്റ്റ് ആണെങ്കിൽ പുള്ളിക്ക് അറിയാം. പുള്ളി വിചാരിക്കും പുള്ളി സയൻസ് പഠിപ്പിച്ച പുള്ളി സയന്റിസ്റ്റ് അല്ല, പുള്ളി മെന്റലിസ്റ്റ്. ഈ റാസ്പുട്ടൻ ഇപ്പൊ നിങ്ങള് ഡാൻസ് ഇപ്പൊ നിങ്ങള് നമ്മുടെ മുന്നിൽ തന്നെ കളിച്ചു, അതിനുശേഷം അതിന് മുമ്പ് തന്നെ ഇവര് രാസ്പുട്ടും കളിച്ചെങ്കിൽ അവള് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാൻ പോവാ. അതിന് നല്ല മാർക്കറ്റ്. അപ്പൊ ഇപ്പൊ നമുക്ക് സ്പോട്ടിൽ ഒരു പെർഫോമൻസും കൂടെ തരുമോ, തൊട്ടടുത്തെന്ന് കാണാൻ വേണ്ടിട്ടാ? കോസ്റ്റ്യൂം ഒക്കെ മാറിയിട്ട്. അയ്യോ, ഞങ്ങൾക്ക് സ്ക്രിപ്റ്റ്സ് വേണ്ട, ചെയ്യല്ലേ? ഓക്കെ. അപ്പം അങ്ങനെ നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കണ്ടിട്ട് ആർക്കെങ്കിലും ഇവരെ പോലെ ഡാൻസ്, ശശു ഇവിടുത്തെ ഡാൻസർ അല്ലേ, ഇവരെ പറ്റിട്ട് നന്നായിട്ട് അറിയാം. നേരത്തെ ഞാൻ ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണൊക്കെ കണ്ടിട്ടുണ്ട്. ഇവര് ആദ്യം കളിച്ച ആ ഡാൻസിന്റെ പേരെന്താ? ഡാൻസിന്റെ പേര് എനിക്കറിയില്ല. ജാനകി ഒന്ന് പറഞ്ഞു
മാർക്കോ അയ്യോ റാസ്പുട്ടിൻ പറഞ്ഞോളൂ. റാസ് ഫുഡ് എന്ത് പുട്ട്? എന്ത് പുട്ട്? റാസ് ഫുഡ് എന്ത് പുട്ട്? അന്ത് പുട്ട് പുട്ട് എനിക്ക് അങ്ങനെ പാട്ടോട്ടല്ലേ ആ സാധനം അല്ല, ആ പുട്ടൊന്ന് ജാനിക്ക് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ജാനകി ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരണം please. അടുത്തൊന്ന് കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്നറിയാമോ അത് എന്നെ ഇട്ട് കൊല്ലും ഞാൻ തെറ്റിച്ച പറ ഗോതമ്പ് പുട്ട് അരിപ്പുട്ട് റാസ്പുട്ടിൻ റാസ് പുട്ടീൻ എന്തായാലും റാസ്പുട്ടിൻ ബാക്കിയുള്ള കടുകുറ ഇപ്പൊ നമുക്ക് സ്പോട്ടില് ശശുവിന് എന്തായാലും ആ കടുക് വറുത്തൊന്ന് ശരിയാക്കി കൊടുക്കാം ആ ഒരു പുട്ട്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ആദ്യം ഇവരുടെ കാലിബർ ഒന്ന് ഇവരറിയട്ടെ, അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റെപ്പ് കുറയോ ചെയ്ത് തരും. അതല്ലേ നന്നാവുക. ഒരു പേരനും തരാം. അനു, ആ റാസ്പുട്ടിൻ നമ്മുടെ അനുവും ശശുവും കൂടെ ആദ്യം ഒന്ന് കളിക്കൂ. ആ റാസ്പുട്ടിൻ ചവിട്ടി പൊട്ടി. നിങ്ങളുടെ സ്റ്റെപ്പ് ഒരു പക്ഷെ ഇവർക്ക് എടുത്തപ്പം സ്റ്റെപ്പ് ആയിരിക്കില്ലേ? പറയാൻ പറ്റില്ല, ഇവര് ചിലപ്പോ ഭയങ്കര അടിപൊളിയായിരിക്കും. അപ്പൊ ഇവരുടെ ആദ്യം കാണാം അല്ലേ? അതെ. അടിപൊളിയാ കണ്ടുപോകാം. ബാലേട്ടാ ജയ് 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 ബാലേട്ടാ 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 ബാലേലേ ബാലേട്ടാ 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 ബാലേട്ടാ. എന്ത് തോന്നി ഈ ഡാൻസ് കണ്ടിട്ട് എന്ത് തോന്നി? അല്ല ഇതെവിടെ സ്റ്റെപ്പ്? ഇത് അവളെ അമ്മ ചമ്മന്തി അരക്കണ അല്ലല്ല അനു കാലിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. മഞ്ഞ തല്ലിയിട്ടിങ്ങനെ ഈ പാവാട കാണാത്ത അനുവിനെ സമ്മതിക്കണം. കാരണം ഇത്ര വലിയ ഹീൽ ഇട്ടിട്ടും അനു ഒന്ന് പൊക്കി കാണിച്ചു കൊടുക്കൂ. ഒന്ന് കാണിച്ചു നോക്കളെ. എന്നിട്ട് ആ കുട്ടി കളിച്ചു. നിങ്ങൾ എത്ര സമയം കൊണ്ടാണ് കാണിച്ചത്? 30 സെക്കൻഡ്. 30 സെക്കൻഡ് കൊണ്ട് സുധിയണ്ണൻ ഡാൻസ് കളിച്ചായിരുന്നു. വീഡിയോ എടുക്കാൻ കൂടുതലുള്ളവർക്ക് നോർമൽ അല്ലേ? അയ്യോ ഒരാളെങ്ങനെ കളിയാക്കരുത്. കാരണം അയാള് നമ്മുടെ ഇവിടെ സഹപ്രവർത്തകനാണ് എന്ന് കരുതി നമ്മൾ എപ്പോഴും അങ്ങനെ കളിയാക്കരുത്. കാരണം ഒരു ജവാന്റെ ഫുള്ള് അങ്ങനെ ഒറ്റയ്ക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇവിടെ നമുക്കൊരു അശോകൻ ഉണ്ട്. അതായത് ഇദ്ദേഹം അശോകൻ നന്നായിട്ട് അദ്ദേഹത്തെ റാസ്പുട്ടിൻ എങ്ങനെ അശോകൻ ചേട്ടൻ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇനി പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു സാധനം തന്നെയാണത്. വൈറലായില്ലെങ്കിൽ എന്റെ പേര് അല്ല, ഇനി അശോക റാസ്പുട്ടിൻ നിങ്ങൾ ചെയ്യാനേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളെ ടീമിലെ ആൾക്കാരെ കൊണ്ട് മാത്രം ജയിക്കണ്ട. ആ ജഗദീഷും സത്യനും ചെയ്യണം ഈ പാട്ടിൽ. അതാണ് അതിന്റെ പഞ്ച്. അത് പിന്നെ അപ്പൊ ഇതെല്ലാം ഈ അശോകൻ ചേട്ടന്റെ കൂട്ടിനായിട്ടൊരു സഖി വേണ്ടേ? അലക്സാൻഡ്ര. അങ്ങനെ വർഷത്തെ ഏറ്റവും വലിയ തൊലിക്കട്ടിക്കുള്ള അവാർഡാണ്. നന്നായിട്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു റാസ്. ഓക്കെ, അപ്പോഴേ നേരത്തെ നമ്മൾ ഈ റാസ്പുട്ടിനെ കൊണ്ട് അതെ എങ്ങനെയുണ്ടായിരുന്നു എന്റെ റാസ്പുട്ടിൻ? നല്ലൊരു പഴവും മേടിച്ച് എവിടെയൊക്കെ തില്ലണം അതിന്റെ റാസ്പുട്ടിൻ. ശരി, അപ്പം അശോകൻ ചേട്ടനെ കണ്ടു. ഇനി അടുത്തത് സത്യമാഷി സത്യ റാസ്പുട്ടിൻ. അപ്പം സത്യൻ സാറ് റാസ്പുട്ടിൻ ചെയ്താ ഇങ്ങനെ ഇരിക്കും. വാ
ആണെങ്കിലും പിന്നെ ഷീലാമ്മ എന്ന് വേണമെങ്കിൽ പറയാല്ലേ ആ ഒരു കോസ്റ്റ്യൂം ഒക്കെ വെച്ചിട്ട്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? ആദ്യം കുട്ടി ജഡ്ജസ് പറയട്ടെ, ഡോക്ടർ ജഡ്ജസ്. വെറും അടിപൊളി, നന്നായിട്ടുണ്ടല്ലേ? അടിപൊളി. ശരിക്കും അടിപൊളി. അല്ല ഇത് വേറല്ല, നിങ്ങൾ വൈറലായി, ഇനി പുള്ളി വീണ്ടും വൈറലാവാൻ വയ്യാത്തത് പിടിച്ചല്ലോ. ആവശ്യത്തിന് വൈറലുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ സ്പോട്ട് കൊറിയാണ് കേട്ടോ. ഇത് നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇവർക്ക് കൊടുക്കുന്ന ടാസ്കുകളാ, ഒരു പണി. സ്പോട്ടിൽ കണ്ടാൽ തന്നെ അറിയാലോ. പക്ഷെ നന്നായിട്ട് കളിച്ചു, ഡയന ആണെങ്കിലും പിൻഷൻ ആണെങ്കിലും. നമ്മുടെ ഇവിടെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് ജഗദീഷ് ചേട്ടന്റെ ഈഗോ അടിക്കാൻ പാടില്ല. വന്നോളൂ. ഇവിടെ ജഗദീഷിനെ ഫിഗർ ചെയ്യാൻ വേണ്ടി ഇവൻ വടക്കം പോലെയുടെ ഫിഗർ ചെയ്ത് നമുക്ക് വിഷുവായിട്ട് പടക്കം വേണ്ട, ഈ റാസ്പുട്ടിനെ കത്തിച്ചളയാം. കറക്റ്റ് അഭിപ്രായം പറ. നല്ല തന്നെയായിരുന്നു. യെസ്, നല്ല തൊലിക്കെട്ടിയായിരുന്നു. നല്ലതായിരുന്നു. ഡോക്ടർമാര് കള്ളം പറയാൻ പാടില്ലെന്നാണ്. അങ്ങനെ അവര് 3 കള്ളം പറഞ്ഞു. ഓക്കെ, അപ്പളേ ഒരു ഡാൻസർ മാത്രല്ല എന്ന് ഞാൻ കേട്ടല്ലോ. ഒരു ഡോക്ടറും കൂടെയാണ് പുള്ളി. ഡോക്ടറിന്റെ കൂടെ ഡോക്ടറും ഡാൻസറും കൂടെ അല്ല, പിന്നെ പ്ലംബറാണോ? രണ്ടുപേരും നന്നായിട്ട് പാട്ട് പാടും. അതെ, ഒന്നുമില്ലെങ്കിലും ഞാൻ ഒരു തൃശ്ശൂക്കാരിയല്ലേ, ഞാൻ അന്വേഷിച്ചേ. അയ്യോ, ഇനി ഇവര് പാടിയിട്ട് ഇനി ബാക്കിയുള്ളവരെ കൊണ്ട് പാടിക്കരുതേ. ഡാൻസേ കണ്ട് ഒരു പരിവോ. അല്ലല്ല, ഇവര് പാടിയാൽ അശോകനും പാടും, സത്യനും പാടും. கண்மணி அன்போடு காதல் என்றால் எழுதும் கலிதமே பொன்மணி உன் வீட்டில் சௌக்கியமாய் நான் இங்கே சௌக்கியமே உன்னை என்னை பார்க்கையில் கவிதை முத்ததே உன்னை நினைக்க நினைப்பையில் வார்த்தை முத்ததே ஓ கண்மணி அன்போடு காதல் என்றால் எழுதும் கலிதமே. നവീൻ പാടാൻ വന്നപ്പോഴേ ഞാനൊരു ചെറുത് ഉള്ളിലൊന്ന് പേടിച്ചു. ഈ സത്യം അങ്ങനെ കയറി പാടാൻ. ഈ കുട്ടി ഡോക്ടർ ഉണ്ടല്ലോ, നമ്മള് വിചാരിച്ച പോലെ അല്ലാണ്ട് ഒരു ഓൾറൗണ്ടർ ആണ്. അതായത് പഠിപ്പിന് പഠിപ്പ്, അതുപോലെ തന്നെ ഡാൻസ്, പാട്ട് ഒക്കെ ഉണ്ട്. അല്ല, ഈ കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് എന്തായാലും നിങ്ങൾക്ക് സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ഒരുപാട് കിട്ടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് ആ ഗ്യാപ്പിൽ ഒരു സത്യൻ, ഒരു ജഗദീഷ്, ഇടയ്ക്ക് ഈ പഠിത്തം കൂടെ കൊണ്ടു. എന്നെ പോലെ ആവരുത്. ഇടയ്ക്ക് ഞാൻ പഠിച്ചിട്ട് പിന്നെ അത് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ ഫീൽഡിൽ ഇറങ്ങേണ്ടി വന്നു. ശരി, നവീൻ ഒരുപാട് അടുപ്പമുള്ള, പണ്ട് മുതലേ അടുപ്പമുള്ള ഒരാള് സ്റ്റാർ മാജിക്കിന്റെ ഈ ഫ്ലോറിലുണ്ട്. നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഒഫീഷ്യൽ കൊറിയോഗ്രാഫർ ഇവിടെ വന്നപ്പോഴാണ് ഇവർ അങ്ങോട്ട് എന്തോ ഭയങ്കര ഹക്കൊക്കെ. അതായത് നമ്മുടെ ജോബിൻ മാസ്റ്റർ അല്ലേ? അപ്പം ജോബിൻ സാറിനാണ് പണ്ട് വിളിച്ച്, ഇപ്പോഴും ജോബിൻ സാർ. ഓക്കെ, ജോബിൻ സാർ. അപ്പൊ ഇതെല്ലാം നമ്മുടെ നവീനെ ആദ്യാക്ഷരം കുറിപ്പിച്ച, ഡാൻസിലൊക്കെ പുലിയാക്കിയ നമ്മുടെ ജോബിൻ മാസ്റ്ററിനെ, ഞങ്ങളുടെ മാസ്റ്ററാണ്, മാസ്റ്ററിനെ വെൽക്കം ചെയ്യാണ് ടു സ്റ്റാർ ഇത് ഞങ്ങളെ പഠിപ്പിച്ച സ്റ്റെപ്പാണ്. ഞങ്ങളിവിടെ കൈയും കാലും വെച്ച് എന്തെങ്കിലും ഒരു ചെറിയ മൊമെന്റ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ വരെ ദ മാൻ ബിഹൈൻഡ് നമ്മുടെ ജോബിൻ മാസ്റ്റർ ആണ് കേട്ടോ. അപ്പം മാസ്റ്ററിന്റെ പ്രൊഡക്റ്റ് ആണ് നവീൻ എന്നുള്ളത് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ്, ഇവർ നമ്മൾ സംസാരിക്കുന്നുണ്ടപ്പോഴാണ് ആക്ച്വലി മനസ്സിലായിട്ടുണ്ടായിരുന്നത് അല്ലേ?
മാസ്റ്റർക്ക് ഇപ്പൊ എന്താ തോന്നണേ? താങ്ക് യു സോ മച്ച്. എനിക്ക് നവീനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എനിക്ക് വിളിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ വന്ന് നമ്മുടെ ടീമുണ്ടല്ലോ ഡാൻസേഴ്സ്, അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നവീൻ വന്ന് കുറച്ചു നേരം നിന്ന് മാസ്റ്റർ യു ഹിയർ എന്നിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അതൊക്കെ ചുമ്മാ കേട്ടിട്ട് നിങ്ങൾ സംസാരിക്കും. ഞാൻ കണ്ടു രാവിലെ 6 മണിക്ക് എന്തെങ്കിലും ട്രോളാ. അപ്പോൾ ഭയങ്കര സന്തോഷമായി. നവീൻ ഇങ്ങനെ പെട്ടെന്ന് നല്ലൊരു ഡാൻസറാണ്. ഞാൻ ചെറുപ്പം മുതൽ എനിക്ക് 7th മുതൽ ഞാൻ അവനവിടെ കണ്ടിരുന്നു. അപ്പം നല്ല ഡാൻസറാണ്. പെട്ടെന്ന് ഇപ്പോഴാണ് അടിപൊളിയായിട്ട് വലിയൊരു ലെവലിലേക്ക് പെട്ടെന്ന് വൈറലായി വന്ന്. സോ കീപ് ഇറ്റ് അപ്പ്. ഇനി നെക്സ്റ്റ് നല്ല അടിപൊളിയായിട്ട് വരട്ടെ. അപ്പൊ ഇത്രേ ഉള്ളൂ. ജോബിൻ മാസ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, കാരണം ഒരുപാട് റിയാലിറ്റി ഷോസിൽ ഇദ്ദേഹം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു ആക്ടറും കൂടെയാണ്. ആൻഡ് ഇവിടെ നമ്മുടെ ഒഫീഷ്യൽ കൊറിയോഗ്രാഫറുമാണ്. ഏതൊക്കെ സ്റ്റെപ്പ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടുണ്ട് അതിന്റെ പിന്നിൽ ഇദ്ദേഹമാണ് കേട്ടോ. ഒരുപാട് മൂവീസിനും ആക്ച്വലി കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ വന്ന സ്ഥിതിക്ക് വെറുതെ അങ്ങനെ കൈ വീശി പോകാൻ പറ്റുമോ? ഞങ്ങൾ ഒരു 2 സ്റ്റെപ്പ് തട്ടി മുമ്പിട്ട് പഠിപ്പിച്ചിട്ട് പോയപ്പോരെ. ഓക്കെ, ഓ ആയിക്കോട്ടെ. സംഭവം മനസ്സിലായ? ബാക്കി സ്റ്റെപ്പ് പറഞ്ഞു അതാണ് പകുതി കളഞ്ഞിട്ട് പോയത്. അടിപൊളി അടിപൊളി. വിശേഷങ്ങൾ ഒരുപാട് നമ്മൾ കേട്ടു, ഒരുപാട് ഡാൻസ് സ്റ്റെപ്സ് നമ്മൾ കണ്ടു. ശരിക്കും ഇവരെ കണ്ണു വെക്കാതിരിക്കട്ടെ. ഇനിയും ഇതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. എന്തായാലും എനിക്കൊരു അഭ്യർത്ഥന ഉണ്ട്. കൊല്ലം ഷാബി ഇത് കളിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും. എനിക്ക് അങ്ങനെ ഇതുണ്ട്. അങ്ങനത്തെ യാതൊരു ആഗ്രഹവും അഭ്യർത്ഥനയും ചെയ്ത് അല്ല, അത് ഇതെങ്കിൽ ഞങ്ങളെ എതിർ ടീമായിട്ട് നിൽക്കുന്ന നിങ്ങൾ അതൊരു വെല്ലുവിളിയായിട്ട് എടുക്കുക. മലപ്പുറത്ത് നിന്നും വന്ന മജീദ് ഈ ഡാൻസ് കളിക്കും. അല്ല മജീദ് അല്ല പാന്റ് ഇട്ടിരുന്നെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഒരു അതാ പ്രശ്നം. മജീദ് നിന്റെ കൂടെ കളിക്കാൻ റങ്കാട്ട് കളിക്കാൻ ജേസി വെറുതെ വിടാൻ ഓർഡർ. കൂട്ടുമുണ്ടായതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. സ്റ്റാർ മാജിക്കിലെ വണ്ടർഫുൾ പെർഫോമൻസ് സമ്മാനിച്ചുകൊണ്ട് വൈറൽ സെൻസേഷൻസ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ ഇതിൽ വന്ന സ്ഥിതിക്ക് എങ്ങനെയാണ് നമ്മുടെ കൂടെ ഒരു ഗെയിമും കൂടെ കളിച്ചിട്ട് പോയാലോ? ഗെയിമും കളിച്ച് ചാട്ടവർ അടിയും കൊണ്ടിട്ട് അവര് പോകും. Once again, welcome all of you with the Star Magic. അപ്പഴേ ഇനി കുട്ടികൾക്കായിട്ട് ഒരു ഗുഡ് ന്യൂസ്, ഒരു ഹാപ്പി ന്യൂസും കൂടെ ഉണ്ട്. അടുത്ത അക്കാഡമിക് ഇയറിലെ ക്ലാസ്സുകൾ 90+ മൈ ട്യൂഷൻ ആപ്പില് ആരംഭിച്ചിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ സബ്ജക്ട്സ്, അതായത് കറന്റ്ലി ഉള്ള സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഈ സബ്ജക്ട്സ് കൂടാതെ സോഷ്യൽ സയൻസ്, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ സബ്ജക്ട്സ് ഇനി 90+ മൈ ട്യൂഷൻ ആപ്പിലൂടെ നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. 90+ മൈ ട്യൂഷൻ ആപ്പിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ UP
ക്ലാസ്സുകൾക്ക് വെറും 4000 രൂപയും ഹൈസ്കൂൾ ക്ലാസ്സുകൾക്ക് 5000 റുപ്പീസും ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾക്ക് 8000 റുപ്പീസും ആണ്. സോ ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തവർ ഡൗൺലോഡ് ചെയ്യൂ 90+ മൈ ട്യൂഷൻ ആപ്പ്. സ്റ്റാർ മാജിക്കില് ഇനി നമ്മൾ പോകാൻ പോണ ഒരു അടിപൊളി ഗെയിമിലേക്കാണ്. ആൻഡ് ഇവരുടെ ഈ ഒരു കോസ്റ്റ്യൂം, ഈ ഒരു ലുക്ക്, ഈ ഒരു അറ്റയർ, പ്രോപ്പർട്ടീസ് കണ്ടിട്ട് എന്തെങ്കിലും വിളിക്കാൻ തോന്നുന്നുണ്ടോ? അല്ല, എനിക്ക് ജസീലെ കണ്ടിട്ട് വെള്ളാട്ട പോക്കറ പോലെ തോന്നുന്നു. ഇവിടുന്ന് മറ്റേ ഈ തിരുവാഭരണം ഒക്കെ ഇപ്പൊ ഇറക്കാൻ എഴുന്നള്ളിക്കാൻ വേണ്ടിട്ട് തിരുമേനി അകത്തേക്ക് കയറില്ലേ? എനിക്ക് തോന്നി എന്താ അറിയോ, ഏതോ തറവാട്ടില് പഴയ ഓർമ്മ നഷ്ടപ്പെട്ട മുത്തശ്ശി എന്തൊക്കെയോ വാരി വലിച്ച് ഈ തത്തമ്മയൊക്കെ ഷാഫിയുടെ കൂട്ടിരിക്കുകയാണല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് വിഷമം. നോക്കി, അത് കൊള്ളാം. നല്ല കോമഡി ആയിരുന്നു. ആ കോമഡിയുടെ പഞ്ചോട് കൊടുക്കൂ. നമ്മൾ ഇനി ഗെയിമിലേക്ക് പോകാൻ പോവാണ്. ആൻഡ് ഇവിടെ 2 വൈറൽ സെൻസേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇനി നമ്മൾ പോകാൻ പോണ ഗെയിമിന്റെ പേരാണ് ദാറ്റ് ഈസ് റാസ്പുട്ടിൻ. ഇതിലെല്ലാം സാങ്കല്പികമാണ്. റാസ് എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന തത്തകളുടെ പേരാണ്, പാരറ്റ്സിന്റെ പേരാണ്. പുട്ടിൻ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ പുട്ടിൻ ചെയ്യേണ്ടത് എന്തിനാണ്? റാസിനെയാണ്, പാരറ്റിനെയാണ്. സോ സിമ്പിൾ. സംഗതി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ഹാറ്റ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു കാലം കൊടയുടെ വേറൊരു വേർഷൻ ഞങ്ങൾ കുറച്ച് നീഡിലൊക്കെ അറ്റാച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. നല്ലൊരു ഷൂസും നിങ്ങളുടെ കാലിന്റെ വലുപ്പത്തിനേക്കാൾ ചെറിയൊരു ഷൂസും തന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. 2 പേരും 2 ടീമിനെ റെപ്പ് ചെയ്യായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഈ പാലം കടക്കുവോളം നാരായണ 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 പറഞ്ഞിട്ട് പതുക്കെ അങ്ങോട്ട് പോകണം. ഇൻ ബിറ്റ്വീൻ വീടരുത്. പോയിട്ട് ഒരു റാസിനെ പതുക്കെ ഇങ്ങനെ ആ ഹാളിൽ ഇങ്ങനെ തൂക്കിയിട്ട് ഇങ്ങോട്ട് എടുത്ത് കൊണ്ടിട്ട് ഇവിടെ പുട്ടിൻ ചെയ്യണം. സോ സിമ്പിൾ അല്ലേ? ഇതുപോലത്തെ ഗെയിം വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അയ്യോ, ഞങ്ങൾക്ക് അറിയായിരുന്നു. ഞങ്ങൾ കോപ്പി അടിക്കില്ല. ഇവിടുത്തെ ഗെയിം ഇവിടുത്തെ എക്സ്ക്ലൂസീവ് ആണ്. ഇതിന്റെ എല്ലാത്തിന്റെ ഐഡിയ അസീസിന്റെ ആണ്. ഈ അസീസിന്റെ തലയെ കൊണ്ട് ഞാൻ തോറ്റു. അസീസിന്റെ ഒരു തല. ജാനകി, എങ്ങനെയാ കുട്ടിക്കാലത്ത് കുറെ ഗെയിംസ് ഒക്കെ കളിക്കാറുണ്ട്? ഒരു കുറുമ്പിയാണെന്നുള്ളത് നമുക്ക് ആ നോട്ടിനെസ്സിൽ നിന്ന് മനസ്സിലായി. കുറെ എന്തൊക്കെ കുറുമ്പുണ്ട് കയ്യില്? ഞാനൊരു ഒറ്റ കുട്ടിയായിരുന്നു. അയ്യോ, ഒറ്റ കുട്ടികൾ ആരൊക്കെ ഉണ്ട് ഇതില്? കൈബന്ധിക്കണം. എന്താണ് നാട്ടില് ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഗൾഫിലാണ്. നല്ല കോമഡി അല്ലേ? ഒന്ന് ചിരിക്കാം, പൊട്ടി ചിരിക്കാം. അത് ഗൾഫ് കോമഡിയാ. അത് പിന്നെ മനസ്സിലാക്കാം. പ്രേക്ഷകർക്ക് മാത്രം നമുക്ക് രാത്രി 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് കോമഡി. അസീസിന്റെ ആ ഗൾഫ് കോമഡി ഒരു വിസയും പാസ്പോർട്ടും എടുത്തിട്ട് ഇവിടുന്ന് പറത്തി വിടും. നിർത്താൻ പറ്റും. എന്റെ കോമഡിയെങ്കിലും ഗൾഫിൽ പോകുന്നുണ്ടല്ലോ. താങ്കൾക്ക് അതുപോലെ ഒറ്റ കുട്ടികളുടെ കാര്യം കോമഡിക്ക് വീണ്ടും ലീവ് കിട്ടി, വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരുന്നു. ഞാൻ ചോദിക്കട്ടെ, കുട്ടിക്കാലത്ത് എന്തൊക്കെ കളി കളിച്ചിട്ടുണ്ട്? നമുക്ക് ഒറ്റയ്ക്കല്ലേ കളിക്കാൻ പറ്റുള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. മുച്ചിട്ട്, പന്നിമലത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ കള്ളത്തടിവെട്ട്. ഞാൻ പറയട്ടെ, ഞാൻ പേരിട്ടിട്ടുണ്ടായിരുന്ന കാപ്പും കോപ്പും കെട്ടി കളിക്കാന്ന്. കാപ്പും കോപ്പും കെട്ടി കളിക്കുക. കാപ്പും കോപ്പം എന്ന് പറഞ്ഞപ്പോ സുധിയാണ് ചാടി എഴുന്നേറ്റ്. കോപ്പം എന്ന് പറഞ്ഞപ്പോ എന്നാ വർത്താനാ പറയണേ? കോപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? കപ്പ് ഡ്രസ്സിനെ കോപ്പെന്നാണ് പറയണത്. പണ്ടത്തെ കുറെ സ്ഥലങ്ങളുണ്ട്. എന്നാ ഞങ്ങള് ഇവിടെ വരാൻ നേരത്തെ പറയാ, നീ നല്ല അടിപൊളി കോപ്പ് ഇട്ടോണ്ട് വരണമെന്ന് പറയുമോ? അത് കൊള്ളാം. നീ ഇന്ന് ഇവിടെ ആങ്കറിന് വരാൻ നേരത്ത് നല്ല സൂപ്പർ കോപ്പ് ഇട്ടോണ്ട് വരണം. എവിടുന്നോ ഒരു ചെറുത് കിട്ടിയല്ലോ, അല്ലാതെ എങ്ങനെ കോമഡി വരാൻ ഒരു പിടിയില്ലല്ലോ. ജസീലയുടെ ആ കോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിന്റെ ഒരു കോപ്പ്. പക്ഷെ എന്റെ കോപ്പിനേക്കാൾ ഇഷ്ടം, എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മളെ കൊല്ലം ഷാബീര കോപ്പ്. ജസീല കൊടുത്തിരിഞ്ഞ അപൂർവ സഹോദരങ്ങളുടെ കമലഹാസനെ പോലെ ഇരിക്കുന്നല്ലേ? ഈ ലുക്കിൽ ഇനി ഇവര് ഗെയിം കളിക്കാൻ പോവാണ്. ഇങ്ങനെ പ്രോപ്പർട്ടീസ് നമ്മൾ വെറുതെ കൊടുത്തിട്ടുള്ളതൊന്നല്ല, ഒരു ഗെയിമിന് വേണ്ടിയിട്ടാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് റാസ്പുട്ടിൻ. ആൻഡ് ഇവർക്കുള്ള കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അടിപൊളി ഡൈന, വെരി ഗുഡ്. അടിപൊളി. തെരുവ് സർക്കസ്. ബാലൻസ് പോവാതെ. വെള്ളാട്ടി പാക്കറേ. ഓക്കെ, അടിപൊളി. ഇനി പതുക്കെ അവിടെ എത്തിയിട്ട് പോലുമില്ല. ആ പാരറ്റിനെ കാണിക്കണം. ഫ്രണ്ടിൽ കാണിക്കണം. എടുത്തിട്ട് ഓട്. റാസിനെ കൊണ്ടുവന്നു. ഇനി പുട്ടിൻ ചെയ്യാൻ പോവാ. അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് ആ റോഡ് ഇങ്ങനെ കറക്കി പോണം. ഡൈനോ പോണോ? അതാണ് ഉദ്ദേശം. ഞാനതല്ല, അല്ലെങ്കിൽ സുതികളിൽ അങ്ങനെ കളിക്കാം, അല്ലെങ്കിൽ തന്നെ കാലം ഉറക്കുന്നില്ല പുള്ളി.
അത് മലർത്തി മോളെ. അവിടെ. ഡയന സൂക്ഷിച്ച് ആ, പെട്ടെന്ന് വെച്ചോ. അവിടെ 7 എണ്ണം കഴിഞ്ഞു. അത് റൊട്ടേറ്റ് ചെയ്യൂ. മോളെ താഴെ പോകാൻ സാധ്യതയുണ്ട് ആ, നല്ല റൊട്ടേറ്റിംഗ്. ജസീല റൊട്ടേറ്റിംഗ് സൂപ്പറാണ്. അയ്യോ എന്റെ റാസ്പുട്ടിൻ തറയിലിട്ടിട്ട് തറയിൽ വെച്ചോ മലർത്തി. ആ അയ്യോ എങ്ങനെ എന്റെ പൊന്നു മോളെ ബാലൻസ് ജസീല പോകുമ്പോ കറക്കണം. ആയിട്ടെങ്കിലും ഒരടിയെങ്കിലും എനിക്ക് കൊടുക്കണം. അതാ എന്റെ റാസ്പുട്ടിൻ. ഞാനല്ലടാ നിന്റെ അവിടെ ഉള്ളേ. അത് വെളി പോരുത്. ആ കഴിഞ്ഞ വെക്കട്ട് എടി. ഡയാന വെക്ക്. Up, Diana, come on. മോളെ ആ ഡൈനയ്ക്കൊരു വലിയ കൈ. എന്തായാലും റാസ്പുട്ടിൻ ഭയങ്കര പ്രൊഫഷണൽ രീതിയിലാണ് ഡൈന കളിച്ചത്. അവിടെ തത്തക പിത്തക ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ നമ്മുടെ പിൻഷോന്റെ ടീമാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വേറെ കാര്യം, ചാട്ടാടി കിട്ടിയാ സൂപ്പർ ആയിരിക്കും. മുണ്ടേ ശരി, സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാണ്. സെക്കൻഡ് റൗണ്ടില് എങ്ങനെ സ്റ്റെതസ്കോപ്പ് വെച്ചുകൊണ്ട് ഈ റോഡിൽ കൂടെ കേറി റാസ്പുട്ടൻ ചെയ്യാം. അപ്പൊ നേരത്തെ ലീഡ് ചെയ്തത് ഡൈനയായിരുന്നു ബിൻഷോന്റെ ടീമിൽ നിന്ന്. സോ ഇത്തവണ ജാനകി ആയിരിക്കോ അതോ നവീൻ ആയിരിക്കോ? ഞാൻ ജയിച്ച ഒരു സംഭവം. കാരണം നവീൻ മറ്റേ ജിമ്മ് കാലിസ്തനിക്സ് ഭയങ്കര സ്ട്രെങ്ത് വലിയ പുള്ളിയാ. ഓക്കെ, അപ്പൊ ഞാനൊരു സംഭവം ആയിരിക്കും എന്ന് ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു വെല്ലുവിളിയായിട്ട് തോന്നണില്ലേ? അത് എളിമ കാണിക്കണം. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൈസ് ചെയ്തോണ്ടിരിക്കുക. നമുക്ക് നോക്കാട്ടെ, നമുക്ക് ക്ലൈമാക്സ്. എളിമ ഷാഫിനേക്കാളും വലിയ എളിമയാന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇവർക്കുള്ള കൗണ്ട് ഡൗൺ കൊടുക്കാൻ പോവാ. കൗണ്ട് ഡൗൺ പ്ലീസ്. കറക്കി പോവാട്ടോ കൈകൊണ്ട്. ആ റോഡൊന്ന് കറക്കി പോവേ. മടിയൊന്ന് കറക്കാം. താഴെ പോയാ നവീൻ ഒന്ന് കറക്കേ. വെരി ഗുഡ്. രണ്ടുപേരും ഒരുമിച്ചാണ്. ജാനകി ഈസ് ലീഡിംഗ്. വെരി ഗുഡ്, വെരി ഗുഡ്. അവരുടെ പ്ലാനിങ് ആണ്. നമ്മൾ ഒരിടത്തും തോൽക്കരുത് എന്നുള്ള. ജാനകി ഒരു സംഭവമാണ് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. കൊള്ളാം. ജാനകി അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പഞ്ച് ഡയലോഗ് പറഞ്ഞാണല്ലേ? കുഴപ്പമുണ്ട് കേട്ടോ. ഡോക്ടർ നിന്ന് വാങ്ങി അടി. ജാനകി എനിക്ക് കാലി പോയി അടി വാങ്ങിക്കാം. ഹലോ, ഡാൻസർ നവീൻ. നവീൻ, ഏയ് തത്തേ, ഇന്ന് ദൈവം എന്റെ കൂടെയാന്നാ തോന്നുന്നേ. ഓക്കെ അടിപൊളി. നവീന്റെ തത്തയ്ക്ക് ഒരു കൊടുത്തു കൂടുതലാന്ന് തോന്നുന്നു. വെച്ചോ. ഈ ഒറ്റക്കുട്ടി നേരത്തെ പഞ്ച് ഡയലോഗ് ഇട്ടതല്ലേ? ഓവർ എളിമ കാണിച്ചതല്ലേ? ഇല്ല, നവീൻ ശരിക്കും ഭയങ്കര കാലിസ്തനിക്സ് ആള്, ഭയങ്കര ബോഡി സ്ട്രെങ്ത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ജാനകിക്ക് വേണ്ടി വിട്ടുന്നാണെന്നാണോ പറയണേ? അത്ര സ്നേഹം അല്ല, ഞങ്ങൾ ചോദിച്ചു തന്നെ. നവീൻ, ആ കൊളത്തിലായിരുന്നു, ഹുക്കിലായിരുന്നു പ്രശ്നമായത്. ബോഡി ബിൽഡർ ഡോക്ടർ നിന്ന് വാങ്ങി അടി. ഞാനൊക്കെ അതിന് മുന്നേ എന്തോ വളച്ചു വെച്ചിട്ടുണ്ട്. സാധനം വിട്ടോ എന്നില്ലേ? ഓക്കെ, അപ്പൊ ജാനകി വളയ്ക്കാൻ ബെസ്റ്റാന്ന് കേട്ടോ പറയണേ. ഈ ഹുക്കിലായിരുന്നു പ്രശ്നം. ഓക്കെ, അപ്പം എന്തായാലും ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ ഇതിൽ വീണ്ടും ലീഡ് ചെയ്യുന്നത് ബിൻചേട്ടന്റെ ടീമാണ്. അതായത് ജാനകിയാണ് ഇപ്പൊ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് കൺഗ്രാറ്റുലേഷൻസ് ടു ബിൻചേട്ടൻ ആൻഡ് ടീം. കൺഗ്രാറ്റുലേഷൻസ് ടു യു. ബിൻചേട്ടാ, ഈ വിജയത്തിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? ഞാൻ സ്ഥിര അസീസിന്റെ ടീമിലല്ലായിരുന്നു. അറിയാ ബിനു, അതിനകത്ത് വേറൊന്നും പറയരുത്. ഞാൻ അസീസിന്റെ കൂടെ നിന്ന് പക്ക ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. വളഞ്ഞിട്ടുണ്ട്. നമ്മളെ ഒന്ന് വളഞ്ഞിട്ടുണ്ട്. വളഞ്ഞിട്ടുണ്ട്. നോക്ക് എന്റെ അടുത്ത് വളഞ്ഞിട്ടുണ്ട്. സംഭവം വേറൊന്നുമല്ല. സുധേണ്ണ പറഞ്ഞില്ലേ എന്റെ ടീം ഇപ്പൊ ഞാൻ ജയിച്ചു, അളിയന്റെ ടീം അപ്പൊ ഇവന്റെ നെഞ്ചിടിപ്പ്. ഇവ എന്റെ കൂടെ തോറ്റല്ലോ. ഡോക്ടർ ബോഡി ബിൽഡർ നിന്ന് വാങ്ങി അടി. എനിക്ക് കാര്യം വയ്യ.
റാസ്പുട്ടിന്റെ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞപ്പോ റാസ്പുട്ടിന്റെ ഫൈനൽ റൗണ്ടിലേക്ക് ആരാണ് വരാൻ പോണേ? തോറ്റിട്ടെങ്ങാണ് ഇങ്ങോട്ട് വന്ന ഇവിടെ കൊല്ലം ഷാഫി ആൻഡ് ഇവിടുന്ന് അലക്സാണ്ടർ. അപ്പൊ ഇതുവരെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബിൻചേട്ടന്റെ ടീമാണ്. ഷാഫി വന്നപ്പോഴാണ് ഈ ഗെയിമിന്റെ പേര് കറക്റ്റ് ആയത്, റാസ്പുട്ടിക്. അങ്ങനെ പറയരുത്. ഷാഫിക്ക കേട്ടല്ലോ. കൗണ്ട് ഡൗൺ പ്ലീസ്. ഇവൻ ഇന്ന് നമ്മളെ തല്ലു കൊള്ളിക്കും. ശരിയാവൂല. അങ്ങനെ പോവാൻ അങ്ങനെ പോവും. അവിടെ പോയി അവിടെ പോയി. ഞാനിത്ര പറഞ്ഞതെല്ലാം വെറുതെ വേസ്റ്റ് ആവാ. അങ്ങനെ പോയി. ആ സ്പീഡിൽ പോ, സ്പീഡിൽ പോ. ജയിക്കണം. നീ അങ്ങോട്ട് പോയ പോലെ തന്നെ പോ. അത് നല്ല പോകാം. ജയിക്കണം. റാസ്പുട്ടിൻ. ഓ എന്റെ പൊന്നളിയാ. വെച്ചിട്ട് എന്റെ പൊന്നളിയോ. പൊയ്ക്കോ. അപ്പുറത്തോട്ടോ. ഷാഫിക്ക് പറ്റിയ മ്യൂസിക് ആണ് ഇട്ടത്. പ്രൂവ് ചെയ്യാൻ പറ്റില്ല. താഴെ പോയി. താഴെ പോയി. ആദ്യം മുതല്. അപ്പൊ അത് കൊടുത്തോ. ഷാഫിക്ക് ഈ സോങ് മാറ്റി കൊടുത്തപ്പോ പുള്ളി ഭയങ്കര ഉഷാറായില്ലോ. ഷാഫിക്ക കേക്കില്ലേ? അടിപൊളി. നല്ല സ്ലോ ബാലൻസ്. ഹെൽപ്പ് ചെയ്യാൻ പാടില്ലേ? അല്ലല്ല ആര് പിടിച്ചു? അല്ലല്ല അത് പുട്ട് ഔട്ട് ആവാൻ വന്നപ്പോ കാണാതിരിക്കാൻ ഞാൻ പിടിച്ചതാ. അതാണ് നല്ലൊരു കാര്യത്തിന് വേണ്ടി ബിൻചേട്ടൻ ചേർത്ത് പിടിച്ചാണല്ലേ. അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ സംഭവിച്ചേനെ എപ്പിസോഡ്. ഇവിടെ തന്നെ സംഭവിച്ച കാല് താഴെ പോയി അല്ലേ? അലക്സാണ്ടർ എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ കാലൊന്ന് ചെറുതായിട്ട് സ്ലിപ്പായി. ആദ്യം മുതൽ റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു. നോ പ്രോബ്ലം. പക്ഷേ എനിക്ക് തോന്നുന്നു കോഴിപ്പാട്ടിട്ടപ്പോ ഒരാളുടെ ഉള്ളില് എന്താ പറയാ നാണം കെട്ട തോൽവി. ഇനി എപ്പോഴും 0-3. ശരി. അപ്പൊ ഏതായാലും ബിൻചേട്ടന്റെ ടീം വീണ്ടും പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഏതായാലും ഈ ഒരു റൗണ്ടും കൂടെ കഴിയുമ്പോൾ ഷാഫിക്ക ലീഡ് ചെയ്തുകൊണ്ട് തന്നെ കൺഗ്രാറ്റുലേഷൻസ് ടു ബിനു അടിമാലി. കൂടുതൽ നീട്ടാതെ എന്റെ മുണ്ടിനൊരു പരിഹാരം ഉണ്ടാക്കി തന്ന. അപ്പൊ ഇതിലും ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇനി ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ആ ഒരു നിമിഷത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. അതായത് ഞാൻ ഇവിടെ ഒരു തമാശയും പറഞ്ഞല്ലോ ഇങ്ങനെ ചിരിക്കാനായിട്ട്. അല്ല, ഞാൻ കഴിഞ്ഞ ഷെഡ്യൂളിലെ അടിമാലിയുടെ കൗണ്ട് ഓർത്ത് ചിരിച്ചു പോയത്. ഭയങ്കര ഞാനത് എന്നും ഓർക്കും. എന്നും രാവിലെ കൗണ്ടറാടാ അത്. ഞങ്ങൾ ഇന്നൊന്നും ഓർത്തോട്ടെ. ഇല്ല അത് പറഞ്ഞു തന്നാൽ നിങ്ങളും ഡെയിലി ഓർക്കും. എനിക്ക് എന്റെ ആയുസ് കൂടാ. അടിമാലിയെ ഞാൻ നമിക്കുന്നു. അവൻ ഏതാണ്ട് പറയണമെന്ന് വായി തോന്നുന്നു. അവന് ഒരു ബാനറാൻ വേണ്ടി ബിനു അടിമാലിയുടെ പേര് അതിനകത്ത് യൂസ് ചെയ്തു. വൈറൽ സെൻസേഷൻ ആവാനല്ലേ. ഓക്കെ. അപ്പൊ ഇതെല്ലാം ബിനു അടിമാലിയെ നമ്മൾ നയിക്കുന്നല്ല ബിനു അടിമാലി നയിക്കുന്ന, എന്നാൽ ബിനു അടിമാലിയെ നമിക്കുന്നു എന്ന് അസീസ്ക പറഞ്ഞതുകൊണ്ട് തന്നെ ബിനു അടിമാലി ആൻഡ് ടീമാണ് ഇപ്പൊ ജയിച്ചിട്ടുള്ളത്. സോ കൺഗ്രാറ്റുലേഷൻസ് ടു ബിൻചേട്ടൻ ആൻഡ് ടീം. അപ്പോ നമ്മുടെ കുട്ടി ഡോക്ടേഴ്സിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ജയിക്കുന്ന ടീം തോറ്റ ടീമിലെ അംഗങ്ങൾക്ക് ചാട്ടടി കൊടുക്കും. അങ്ങനെ ഒരു സെഗ്മെന്റ് ഉണ്ട്. അപ്പൊ ഇവിടെ ജയിച്ചിട്ടുള്ളത് അയ്യോ ഈ കുട്ടി ഡോക്ടറും ടീമുമാണ്. അപ്പൊ ജാനകി ഇങ്ങനെ മനസ്സിൽ എന്തൊക്കെയോ കൂട്ടിയും കിഴിച്ചും ഒക്കെ ഇരിക്കുകയാണ്. അപ്പൊ ഇതിലും ചാട്ടടിയിലേക്ക് പോണേക്കാളും മുമ്പായിട്ട് ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേ അവർക്ക് ഈ മണി അടിക്കാം. ഈ മണിയുടെ പേര് ചിങ്ങണമണി. എന്ത് മണി? ചിങ്ങണമണി. എന്ത് മണി? അപ്പൊ ചിങ്ങണമണി അടിക്കാൻ പോകുന്ന ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേ ആരാ? ജാനകി. അല്ല ഏതെങ്കിലും കൊച്ചു വന്നല്ലേ ജാനകി എന്നെ അടിക്കട്ടെ. നീ എന്ത് പെർഫോമറിന് അവിടെ ഓടിപ്പോയിട്ട് മണിയിൽ കൊറേ കുട്ടമണി അടിക്കാം. ആ
ഓക്കെ. പക്ഷെ വേറൊരു കാര്യം ഞാനെങ്കിൽ അവിടെ കൂട്ടമണിയൊക്കെ അടിച്ചപ്പോ ഒരാളുടെ കണ്ണൊക്കെ നിറച്ച് വിഷമിച്ചിരിക്കുകയാണ്. ആരെന്ന് ഞാൻ പറയുന്നില്ല. ഒരു മിനിറ്റ്, മഞ്ഞ ഷർട്ട് ഇട്ടിട്ട് വന്നിട്ടുള്ള ആളുടെ കണ്ണാണ് നിറഞ്ഞത്. നവീൻ എന്ന് പേര് പറഞ്ഞ അപ്പ അടിയാ. വേറൊരുത്തരുണ്ടായിരുന്നു നവീൻ എന്ന് പറഞ്ഞു. അപ്പൊ അടി കൊണ്ട് ഇവിടെ നിന്ന് ഓടുകയായിരുന്നു. നമുക്കൊന്നും അറിയില്ല. അതായത് ഇനിയിപ്പം നമ്മുടെ 2 ഗസ്റ്റുകളാണ് അവര്. അപ്പൊ അടി കൊടുക്കോ, തിരിച്ച് അടി കിട്ടോ, അതോ കൊള്ളിക്കോ കൊടുക്കോ എന്താന്നുള്ളത് ഞാൻ വിട്ടുകൊടുക്കാൻ പോവാ. എനിക്ക് ഇത്രേ പറയുള്ളൂ. ഞാൻ ജാനകി നിർബന്ധിക്കില്ല. ജാനകിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ബാക്കിയുള്ളവർ അടിക്കണത് ഒന്ന് കാണട്ടെ ഏറ്റവും ആദ്യം. ഓക്കെ? ഓ അങ്ങനെ കണ്ണു കോൺവെർസേഷൻ എന്നെ കൊള്ളാം. ജാനകിയുടെ നമ്പർ ഒന്നും മേടിക്കില്ല. അനസ്തേഷ്യ കൊടുത്ത് ഉറക്കിക്കളയും. ആരാ വരാൻ പോണേ? ആരേതല്ല മോനെ? അലക്സാണ്ടറും അശോകനും തമ്മിലുള്ള യുദ്ധമാണ് ഇവിടെ നടയടി. ഓക്കെ, 1 2 3 ഗോ. മേളീന്ന് താഴേക്കാ കൊണ്ടത്. അല്ല വെള്ളല്ല. കൊസു ടി വി വന്നു. ഫ്ലവേഴ്സ് ടിവിനെ താഴെ കളയാനായിട്ട് കൊസു ടി വി വന്നു. ഇത് നടക്കില്ല. കഥകളി ഡ്രസ് ഇട്ടിട്ട് വന്നിരിക്കുക. ആണോ? അപ്പൊ ഇത് അടിച്ചിട്ട് കാര്യമില്ല. വേണ്ട, ശരിയാ. ആ പുറത്തൊരു ഓട്ടയുണ്ട്, അവിടെ അവിടെ അടിച്ചു. അടികൊള്ളാൻ പറഞ്ഞോ അടികൊള്ളാൻ പോയത് വാങ്ങിക്കാൻ പോയതല്ല. ഇത് എവിടെ അടിക്കും? നിങ്ങൾ എന്താണ് കള്ളം പറയണതെല്ലാം? അടിച്ചില്ല, കൊണ്ടില്ല. ഇനിയൊരു പ്രാവശ്യം അടിച്ചു, കുഴപ്പമില്ല. എത്ര അടിച്ചാലും കൊള്ളൂല. പാമ്പൻ പാലം എവിടെ അടിക്കാനാണ്? ചതിയാണ് ഇത്. ഇതൊക്കെ അടിയാ. ഇതൊക്കെ അടിമാലി, നിനക്ക് എങ്ങനെ തോന്നുന്നുണ്ട് അടിമാലി? കഷ്ടം തന്നെ. വിഷു ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ കൊച്ചിനെ അടിക്കുന്ന പാട്ട് പാടിയിട്ടങ്ങ് അടിക്കാം. ആ ശരി. പുറകെ ഇന്നിപ്പൊ അടിച്ചാൽ അവർക്ക് ഭയം കൈ പിടിക്കും ചാട്ടാ. ലാസ്റ്റ് കൃഷ്ണ എന്ന് വിളിച്ച പാട്ടുകളെ പാടേണ്ടി വരും. കാരണം എനിക്ക് ഇങ്ങനെ വർഷത്തിൽ വിഷുവിനൊക്കെ സംക്രാന്തിക്കല്ലേ കിട്ടണേ. അപ്പൊ അത് വെച്ചിട്ട് കൊടുക്കാം. 1 2 3 ഗോ. കൈ പിടിക്കും എന്നിട്ട് തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും യമുനാ നദിയാ കുളിരലയിളകും നിലവിൽ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോ ദിവൻ. എല്ലാരും ശ്രദ്ധയ്ക്ക് അച്ഛൻ മോള് അങ്കമാടി കൊണ്ടാക്കിട്ട് പോകാൻ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ രാജമാണിക്യത്തിലെ പെരുമാളുടെ ഫിഗറും ഈ പാട്ടും ഒരു ബന്ധമില്ലല്ലോ. റാസീസേടാ ഇങ്ങനെ ചിരിക്കാൻ പാകത്തിന് ഒന്നുമില്ല. ആൾക്കാർ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും. അല്ലേ ഒക്കെ നീ മുട്ടയിടും അതല്ലേ?
വാമത്തെ. അസീസേ ഒന്നും നോക്കണ്ട, കേസ് ഞാൻ നോക്കിക്കോളാം. പക്ഷേ ചേട്ടാ എനിക്ക് സത്യം പറഞ്ഞ അസീസക്ക് അടിക്കാൻ നീ തോന്നണില്ല. സത്യം പറഞ്ഞു അടിച്ചോളാം, ഞാൻ സത്യം പറഞ്ഞോളാം. നീ അവനെ അടിച്ച് അവനെ നടു കളത്തിയേരെ. ഇക്ക നല്ലൊരു ആർട്ടിസ്റ്റാണ്. ഇക്ക വരുന്ന ആരാ പറഞ്ഞേ? ഉണ്ടല്ലോ, ആ ലുക്ക് ഉണ്ടല്ലോ. ചേട്ടാ ഞാൻ പറയട്ടെ, ഞാൻ മനസ്സിൽ തട്ടി തന്നെ പറയാം. കൊച്ചെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? സമയം കൊടു. എനിക്ക് സത്യം പറഞ്ഞ ഇക്ക അടിക്കാൻ തോന്നണില്ല. അപ്പൊ ഞാൻ പോയിരിക്കട്ടെ. അങ്ങനെയല്ല, ഇക്ക എനിക്ക് വേണ്ടിട്ട് ഒരു കാര്യം ചെയ്യണം. അശോകൻ എടുക്കാൻ പറയാൻ പോകും. എനിക്ക് ഇക്ക കാണുമ്പോ ഈ ലാലേട്ടൻ ഇങ്ങനെ മുണ്ടൊക്കെ മടക്കി കുത്തി അസ്സവാരി ഗിരി ഗിരി വരില്ലേ, അതെനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ലാലേട്ടന് പറ്റിയ ഫിഗർ ആയതുകൊണ്ട് അത് ഏൽക്കുകയും ചെയ്യും. മനസ്സിൽ കാണാൻ നേരത്തെ നീ ഫിഗർ പിടിക്കണ്ട, ഫിഗർ പിടിക്കണ്ട. എനിക്ക് മനസ്സിൽ അത് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. ഞാൻ ഇക്ക ഞാൻ വെറുതെ ചുമ്മാ പറയോ? ആദ്യമായിട്ടാണ് നാണം കുടുങ്ങിയ അടിക്കാനുള്ള plan. കളിയാക്കലല്ല, ഞാൻ അങ്ങനെ കളിയാക്കോ? ഇവരെന്ത് കളിയാക്കിയാലും ഞാൻ അത് കാര്യമായിട്ട് എടുക്കുന്നില്ല. പക്ഷെ ഞാൻ അങ്ങനെ കളിയാക്കോ ഇക്ക? ഉറപ്പാണോ? സത്യമല്ല, ഞാൻ സത്യമല്ലേ പറയുള്ളൂ. ഒരു മ്യൂസിക് ഇട്ടർ എന്തെങ്കിലും ഒന്ന് ഞാൻ എടാ, എന്നിട്ടും നിനക്ക് തോന്നില്ല നിന്നെ കളിയാക്കലാണ്. മതി. ദേവസേനെ ഇനി ഭക്ഷണം കഴിച്ചാലേ വേണ്ടില്ല. ഇനിയിപ്പോ അതിൽ അടി കൊള്ളാൻ ബാക്കി ആരല്ലേ? തങ്കുനെ അയ്യോ വേണ്ട. ഞാൻ തല്ലൂല ഒരിക്കലും. വെരി ഗുഡ്. ഇവനെ തല്ലൂല, കരിങ്കല്ല് വെച്ച് ഇടിക്കുള്ളൂ. അല്ല, വേറൊരു കാര്യം കൂടെ ഉണ്ട്. അസീസേ, കൊല്ലം ഷാഫിക്ക് പാടാനുള്ള ആളെ ഇറക്കി കൊടുക്ക്. ഞാൻ എത്രയോ നേരം കൊണ്ട് മനസ്സിൽ കണക്കൂട്ടി ഒരു പാട്ടൊക്കെ കണക്കാക്കി അങ്ങനെ കൂട്ടാൻ വിചാരിച്ച കൊച്ചിനെ നിങ്ങൾ കൊണ്ടുവച്ച് ഒരു പാട്ടും പാടി അടിച്ച് ഞാനിവിടെ വെറുതെ മായി. പിന്നെ വിചാരിച്ചു അസീസ് ഖാനെ കൂട്ടിക്കൊണ്ടുപോയി ഒക്കെ പാടിയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് പാട്ടൊക്കെ പാടിയിട്ട് അടിക്കാൻ, അതും കൈവിട്ടുപോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? നീ എന്നെ അവിടെ നിന്ന് പാടിയിട്ട് സ്വന്തമായിട്ട് അടിക്കും. നല്ല കണ്ടെത്തൽ. ആ കോമഡിക്ക് കടന്നു പോകാനുള്ള വഴി കാണിച്ചു കൊടുക്കും. ഡോക്ടർ കുട്ടിയുടെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്തോളൂ. അതാ നല്ലത്. പാട്ട് പോയേ. ഓക്കെ, ഇനി ജാനകിയുടെ ടേൺ ആണ് കേട്ടോ. ഒരാളും കൂടെ ബാക്കിയുണ്ട്. അടിപൊളി. ഞാൻ വിചാരിച്ചു നവീനെ വിളിക്കില്ല. അപ്പൊ അടിക്കണെന്നാണ് പറയണേ. ഞങ്ങള് പൊതുവെ ഡോക്ടർമാർ ഇതുപോലെ വയലൻസ് ഒന്നും പ്രൊമോട്ട് ചെയ്യാത്തതാണ്. ഇത്ര നിർബന്ധമായത് കൊണ്ട് ഉറപ്പായിട്ട് ഇതൊക്കെ ചെയ്യാം. അല്ല, ഇത് അത്ര വലിയ വയലൻസ് ഒന്നും അല്ല. ഫസ്റ്റ് വിളിക്കാത്തതിന്റെ സങ്കടം നന്നായിട്ടുണ്ട്. ഫസ്റ്റ് തൊട്ടേ ഇങ്ങനെ ചാടുന്നുണ്ടായിരുന്നു, അടുത്ത നേരം നിൽക്കുമ്പോൾ ജാനകി ചാടുന്നുണ്ടായിരുന്നു. അതെല്ലേ? ജാനകി വേണ്ട, അടിച്ച് രണ്ടാക്കിയത്. ഞാൻ ആക്ച്വലി നവീൻ, അതായത് മനസ്സൊന്ന് മാറിക്കോട്ടെ, ചാഞ്ചാട്ടം ഉണ്ടെങ്കിൽ വേണ്ടാന്നുള്ള തീരുമാനം എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ലാസ്റ്റ് വരെ ആക്കി കേട്ടോ. അല്ല, നിങ്ങൾക്ക് ഇതുപോലെ അവസരങ്ങൾ കിട്ടും, പക്ഷെ എനിക്ക് കോളേജിൽ പോയി ഇങ്ങനെ ഒരു അവസരം കിട്ടില്ല. സീനിയറാണ്. ട്രാക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. എതിരാ. നിങ്ങളെ പോലെ തന്നെയാണ് പുള്ളിക്ക് സ്ഥിരം അടി കൊടുക്കാൻ പറ്റാതില്ല. കോമഡി സീരിയസ് അല്ലേ? ഞാൻ എല്ലാം ഞാൻ ഇത് സീരിയസ് അല്ലേ പറഞ്ഞു? സീരിയസ് ആണോ പറഞ്ഞത്? കോമഡി എല്ലാം കോമഡി ആയിട്ട്. നീ പറഞ്ഞ സീരിയസ് ഏതാ കോമഡി ആണെന്ന് അറിയാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഓക്കെ, അപ്പൊ ഇതെല്ലാം ജാനകി അങ്ങനെ ആലോചിച്ച് ജാനകി ഒരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. ഈ ചാട്ടവാറടി എനിക്ക് ഡോക്ടറെ അടിച്ച് കമ്പൗണ്ടർ ആക്കിയ. ശരി, അപ്പൊ ഇതെല്ലാം നവീനാണ്. അപ്പം യെസ്, യുവർ ടേൺ. ഇവർ അടിക്കുന്ന സമയത്ത് ഷാഫി ഇവിടെ ഇരുന്ന് പാടിക്കോട്ടെ, അവരെ പാടി നടക്കുമല്ലോ. ഞാനൊരു 2 വരി പാടി നിങ്ങൾ അഭിനയിച്ചിട്ട് അതിനുശേഷം അടിച്ചോളൂ. ഓക്കെ, നവീൻ അടിയുള്ളതാണ് നല്ലത്. ഒരു മലർ കൊണ്ട് നമ്മൾ ഒരു വസന്തം തീർക്കും, ഒരു തീരി കൊണ്ടു നമ്മൾ ഒരു കാർത്തിക തീർക്കും, പാലവനം ഒരു പാൽ കടലായി അലചാർത്തിടും മനോരാഗമം പൂമാനത്തിൻ താഴെ പാടാം, നമുക്ക് പാടാം. വീണ്ടും ഒരു പ്രേമഗാനം
പാടിപ്പതിഞ്ഞ ഗാനം ആ ചാട്ടം കഴിഞ്ഞ പാട്ട് പ്രാണനൊരുകും ഗാനം പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം കഴിഞ്ഞിട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഓഡിയൻസിനോട് പറഞ്ഞു നോട്ട് ദ പോയിന്റ് കണ്ടോ പാടി തീരുന്നതിന്റെ മുന്നേ സംസാരിക്കാൻ പറ്റുമോ പാടാനുള്ള കൊതി കൊണ്ട് യൂട്യൂബിൽ നീ ആണല്ലേ അത് മനസ്സിലാക്കി കളഞ്ഞല്ലേ ഞാനൊരു 500 ചാനൽ എനിക്കായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കമന്റ് ഇടാൻ വേണ്ടിട്ട്. പക്ഷെ എല്ലാ പേരും കൊല്ലം ഷാഫി ഒരു കള്ളനെ പൊക്കി ഒരു പെണ്ണിന്റെ വളയെടുത്ത് കള്ളനെ പൊക്കി ഇതിന്റെ കോമഡി പറഞ്ഞാൽ വിജയിച്ചില്ലെങ്കിൽ കള്ളനാക്കാന്ന് പറഞ്ഞ എന്ത് കോമഡി ഐഷു തല്ലാ നേരത്തെ എന്റെ കയ്യിലിട്ട് വന്നിട്ട് പോയതാ അത്. പക്ഷെ എന്നെ അവള് കാണിച്ചെന്നെ മോഷ്ടിച്ചത് ചതിച്ച് നീ വീണ്ടും എന്നെ എടാ അവക്കറിയാം നീ ഇത് ചെയ്താ പൊളിയൊന്നും നിന്നെ വീണ്ടും ചതിക്കാറ് നിന്നെ ലാലേട്ടന്റെ വേഷം ചെയ്ത് തല്ല് വെച്ചതിന്റെ അവക്കറിയാം നിന്നെ എന്ത് പറഞ്ഞാലും പറ്റിക്കാൻ പറ്റുമെന്ന്. നിനക്കൊന്നുമില്ല ഒരുപാട് ചിന്തിക്കരുത്. മൂക്കിക്കട കട്ട ചോര വരും കുഴപ്പമില്ല നിനക്കൊന്നുമില്ല അവിടെ പോരും. ശരി അപ്പൊ ഇതെല്ലാം നമ്മള് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അല്ലേ? ഓക്കെ ഫൈൻ. അപ്പൊ ഇതെല്ലാം ഇതിന്റെ പ്രതികാരം നമുക്ക് അല്ലേ അടുത്ത ഡാൻസ് സ്റ്റെപ്പിൽ കുറച്ചധികം ടഫ് ആയിട്ടുള്ള സ്റ്റെപ്പ് കൊടുത്തിട്ട് കൊറിയ ചെയ്തിട്ട് നമുക്ക് സെറ്റ് ആക്കാം. ഇതെല്ലാം ഭയങ്കര ഒരു വണ്ടർഫുൾ എപ്പിസോഡായിരുന്നു. നവീനും ജാനകിയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ MBBS സ്റ്റുഡൻസ് ആണ് ഇവര്. അധികം സമയം ഇവിടെ ബലൂൺ ചവിട്ടി പൊട്ടിച്ച് നിർത്താൻ പറ്റൂല. നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടല്ലേ. സോ എന്താ പറയാനുള്ള സ്റ്റാർ മാജിക്കിൽ വന്നിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് TV-ൽ തന്നെ കാണാൻ പോണ ആദ്യമായിട്ടാന്ന് തോന്നുന്നു, ന്യൂസ് അല്ലാതെ. ഇത് ആദ്യമായിട്ടാണ് ഒരു സെറ്റിലൊക്കെ വന്നെ. അപ്പൊ അതിന്റെ ഒക്കെ ഒരു സന്തോഷം നന്നായിട്ടുണ്ട്. ഡാൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു 30 സെക്കൻഡ്സിന്റെ വീഡിയോന് വേണ്ടിട്ട് ഷൂട്ട് ക്യാമറയുടെ മുന്നിൽ ഇവർ നിന്നിട്ടുണ്ട്. പക്ഷെ ഒരു ചാനൽ, ഒരു ഷൂട്ട്, ഒരു സ്റ്റേജ് ആംബിയൻസ് ഇത് ആദ്യമായിട്ടാണ് അല്ലേ? എന്ത് തോന്നുന്നു? എൻജോയ് ചെയ്തോ? ഡെഫിനറ്റ്ലി എൻജോയ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോം തന്നു, ഞങ്ങൾ പെർഫോം ചെയ്തു. ഭയങ്കര സന്തോഷമുണ്ട്. അതെ പിനുവടിമാലയുടെ ടീമിൽ കളിക്കാൻ പറ്റി, ജയിച്ചു, അതാണ് അതിങ്ങനെ പറയണം. ഇവരുടെ ഒക്കെ കണ്ടിട്ടുണ്ട്, നോബി ചേട്ടന്റെ ഒക്കെ കാണാറുണ്ട്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം റീൽസ് സജഷൻ ആയിട്ടൊക്കെ വരാറുണ്ട്, IGTV വീഡിയോസ് ഒക്കെ. ഇതൊക്കെ കുറെ ഒക്കെ നേരിട്ട് കേൾക്കാൻ പറ്റി. അസീസ് ഖാന്റെ കുറെ സൂപ്പർ കോമഡികൾ കേട്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരാൾ ഇങ്ങനെ പറയണേ ആരുടെ കോമഡി? അസീസിന്റെ സൂപ്പർ ആരാ പറഞ്ഞത്? ഡോക്ടറോ? എന്നോട് പറയാൻ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞേട്ടോ എന്നോട് പറയാൻ പറഞ്ഞിട്ടോ ഞാൻ പറഞ്ഞത് തോറ്റുപോയത്. അതെ എനിക്ക് തോന്നുന്നു വഴിയില്ല ഡോക്ടർ. എന്നും മുണ്ടെടുത്ത് വരണം. അസീസ്കനി മേലും മുണ്ടെടുത്ത് വരരുത്. ഇന്ന് അസീസ്കന്റെ ഡേ അല്ല. അപ്പോ നമുക്കൊരു വണ്ടർഫുൾ ടൈം സമ്മാനിച്ച നവീനും അതുപോലെ തന്നെ ജാനകിക്കും ഒരു വലിയ താങ്ക്സ് പറയണം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. അടുത്ത പ്ലാൻ എന്താ? ഏതെങ്കിലും അടുത്ത സോങ്, അടുത്ത കൊറിയ എന്തെങ്കിലും ഓൺ ദ വേ ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ ചെയ്യണം, പ്ലാനിങ് ഉണ്ട്. ഇപ്പം അത്യാവശ്യം പ്രഷറായി. ഇനി ചെയ്യുമ്പോൾ വൃത്തിക്ക് ചെയ്യണം. ആ ഒരു ലെവൽ സെറ്റ് ചെയ്തുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ തന്നെ പേറപ്പ് ആവണമെന്നില്ല, വേറെ ആൾക്കാരുണ്ട് കോളേജിൽ. എങ്ങനെയൊക്കെ വീഡിയോസ് വരും. അതെ നന്നായി പഠിക്കണം. ഞങ്ങൾ വരൂട്ടോ. അപ്പൊ ഞങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ ഒക്കെ കനം കുറഞ്ഞ മരുന്ന് വരാതിരിക്കട്ടെ. ഓക്കെ അപ്പൊ ഇതിലും വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഓൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ വീഡിയോസിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ പുതിയ ഡാൻസ് നമ്പേഴ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കും. താങ്ക് യു സോ മച്ച്. മൈജി ഒരുക്കുന്നു റിയൽ ടൈം സെക്യൂരിറ്റിയോടെ നിങ്ങളുടെ വീടിനും ഓഫീസിനും തികച്ചും ഏറ്റവും ഒരു ബെസ്റ്റ് സുരക്ഷ. ഇനി മുഴുവൻ സമയവും ലൈവ് ഫീഡ് നിങ്ങൾ ഇനി നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതായത് വീടിന്റെ ആണെങ്കിലും ഓഫീസിന്റെ ആണെങ്കിലും സുരക്ഷയ്ക്ക് ഇനി ഒരു വേവലാതി കാര്യങ്ങളൊന്നും ആവശ്യമില്ല. മൈജി ഒരുക്കുന്ന റിയൽ ടൈം മോണിറ്ററിംഗ് സംവിധാനത്തിലൂടെ ഇനി സെക്യൂരിറ്റി നിങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കും. അഡ്വാൻസ്ഡ് HD ക്യാമറ മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറാസ് വരെ ഇപ്പൊ മൈജി നിങ്ങൾക്കായിട്ട് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഫെസിലിറ്റീസ് യൂട്ടിലൈസ് ചെയ്യുക. അത് മാത്രമല്ല ഫിനാൻസ് സൗകര്യവും മൈജി നൽകുന്നുണ്ട്. അപ്പോൾ ഹാപ്പി ഷോപ്പിംഗ് വിത്ത് മൈജി. അപ്പൊ ഇതിലും ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം ബർജർ പെയിന്റ്സ്, സ്റ്റാർ മാജിക്, സ്പെഷ്യൽ പാർട്ട്ണർ കെൻമി ഓൺലൈൻ ഇംഗ്ലീഷ് ആൻഡ് ഷുവർ ലേണിംഗ് ആപ്പ്, പവർഡ് ബൈ കല്യാൺ സിൽക്സ്, കാഞ്ചന പായസം മിക്സ്, ChavraMatrimony.com, Scott Floor Cleaner, Sparko Biryani Secret Masala, Lana Technologies, Spice Partner Eastern, our online education partner Xylem MBBS Mobile Entrance App, our special partner Chris Pello saying tata, bye bye, good night.